കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, വെൽക്കം എവ്രിവൺ. ഇഗ്നോ ഫോക്കസ് 6.0ലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. ആൻഡ് നമ്മുടെ ഇഗ്നോന്റെ മുൻകാല ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യുന്ന അൾട്ടിമേറ്റ് അനാലിസിസ് സീരീസ് ആയിരിക്കും ഇതൊരു ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത് 6.0. അതിന്റെ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BBA 181 നമുക്ക് ഡിഗ്രിക്ക് വരുന്ന ഒരു കോമൺ പേപ്പർ ആണ്. നമുക്കറിയാം എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിന്റെ PYQ ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എൻവയോൺമെന്റൽ സ്റ്റഡീസ് നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആണ് നമ്മളുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു PYQ അനാലിസിസ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു PYQ അനാലിസിസ് വഴി ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു പോയിട്ടുള്ള പ്രീവിയസ് മുൻകാല ചോദ്യ പേപ്പറും മിഡ് എക്സാമിനേഷൻ പേപ്പേഴ്സും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എക്സാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും, എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും വരുന്നത്, ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകൾ എന്തൊക്കെയായിരിക്കും, അതുപോലെ തന്നെ ഒരു 2 ഫുൾ സെറ്റ് ആയിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഒരു റിവിഷൻ ബേസിസ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് റിവൈസ് ചെയ്യുന്നവർ കാണും. സോ ഈ ഒരു ഗൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ കുറച്ചുകൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെയൊക്കെ എന്താണ് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് based on the analysis of PYQs for BBA 181 നമുക്ക് എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറും കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ 50 മാർക്കിന് 2 മണിക്കൂറായിരിക്കും എക്സാം വരുന്നത്. 50 MCQ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഷോർട്ട്. നമ്മുടെ എന്താ പറയാ MCQs ആയിരിക്കും ഇതിൽ വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇവിടെ യൂഷ്വലി ബാക്കിയുള്ള എക്സാംസ് ഒക്കെ 3 മണിക്കൂർ 100 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും നിങ്ങൾ എഴുതേണ്ടത് അല്ലെ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് 50 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓപ്ഷൻസ് കാണും, അതിൽ ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് OMR ഷീറ്റിലായിരിക്കും എക്സാംസ് വരുന്നത്. ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് OMR ഷീറ്റിലായിരിക്കും. OMR ഷീറ്റിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ആൻസർ, ABCD കാണുമ്പോൾ A ആണെങ്കിൽ Aക്ക് നേരെ ഡാർക്കൻ ചെയ്യാം. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാ 14 യൂണിറ്റും എല്ലാ സെഷനിലും അപ്പിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോ ഒരു യൂണിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് മറ്റേ യൂണിറ്റ് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഒരു യൂണിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 2 തൊട്ട് 4 മാർക്ക് വരെ ചിലപ്പോൾ മിക്സ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ബ്ലോക്ക് 1 എടുത്താൽ അതിൽ യൂണിറ്റ് 1 to 3 ആണ്, അതിൽ 24% അതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 2 എടുത്താൽ നാച്ചുറൽ റിസോഴ്സ്, അതിൽ യൂണിറ്റ് 4 to 7 ആണ്, 28% ആണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് 3 എടുത്താൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് യൂണിറ്റ് 8 തൊട്ട് യൂണിറ്റ് 11 വരെ അതിൽ വരുന്നുണ്ട്. അത് 28% ഓഫ് ക്വസ്റ്റ്യൻസും ആ ഒരു ബ്ലോക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലോക്ക് 4 പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് യൂണിറ്റ് 12 to 14 ആണ്, അതും 20% വരാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. ഓക്കെ, ഇത് നമുക്ക് എക്സാം ഫ്രീക്വൻസി അനുസരിച്ചിട്ട് യൂണിറ്റുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹൈ ഈൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിനെ ഒരു ടയർ സിസ്റ്റം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈ ഈൽഡ് എന്ന് പറയുമ്പോൾ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പീഡിങ് ലൈക്ക് ഓൾമോസ്റ്റ് എവറി സെഷൻ ആണ്, പാസ് ആവാൻ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ടോപ്പിക്സുകളായിരിക്കും. മീഡിയം ഈൽഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് അപ്പിയറൻസ് ആയിരിക്കും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ലോ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത്, ഗുഡ് ഫോർ കോംപ്രഹെൻസീവ് കവറേജ്. ഓക്കെ, ഈ പറയുന്ന 3 സ്റ്റാർ അല്ലെങ്കിൽ ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ സ്റ്റഡി ടൈമിൽ ഒരു 50% അതിനുവേണ്ടി മാറ്റി വെക്കാം. ഒരു 30% മീഡിയം yield മാറ്റി വെക്കാം. ദെൻ ലോ yield ആണെങ്കിൽ 20% മാറ്റി വെക്കുക. ഓക്കെ, നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ യൂണിറ്റിലെയും യൂണിറ്റിലെ ഏത് ടോപ്പിക്കുകളാണ് ഏറ്റവും ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ഒരു ടയർ സിസ്റ്റം അതിൽ വരുന്നുണ്ട്, ഏതാണ് ഏറ്റവും ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഇയർ ഏതാണെന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 അവർ എൻവയോൺമെന്റ് കോൺസെപ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കോമ്പണൻസ് ഇതൊക്കെ 9 ടൈമാണ് ഫ്രീക്വന്റ്ലി വന്നിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് ഡിസംബർ 2025 ടയർ 3 ആണ്. Then unit 2 ecosystems, trophic levels, nutrient cycles, taxation, 9 frequency, December 2025 ആണ് latest 3 tier ആണ്. Then block 1 unit 3 major ecosystems, forest, grassland, desert, aquatic, frequency 9, latest December 2025 tier 3 ആണ്. Then block 2 unit 4 land and water resources, hydrological cycle, soil, frequency 9 ആണ്, latest December 2025 ആണ്, tier 3 ആണ്. Unit 5 forest resources, 8 ആണ് frequency, December 2025 ആണ് latest, tier 2 ആണ്. Then unit 6 biodiversity value and services, frequency 9, latest ചോദിച്ചിട്ടുള്ളത് December 2025 ആണ്, tier 3 ആണ്. Then unit 7 energy resources, conventional ഉണ്ട്, non conventional വരുന്നുണ്ട്, 9 ആണ് frequency, latest വന്നിട്ടുള്ളത് December 2025 ആണ്, tier എത്രയാണ്, 3 ആണ്. ഓക്കെ, then block 3 unit 8 biodiversity threats and conservation insight to excite to 8 times December 2025 last time വന്നിട്ടുള്ളത് 2 ആണ് entire system. Block 3 unit 9 environmental pollution and hazards, air, water, noise, pollution ഒക്കെ വരുന്നുണ്ട്, 9 times ആണ് frequency, December 2025 3 tier. Then unit 10 waste management, hazardous disposal, minimization, 9 times December 2025 3 ആണ് അതിന്റെ tier വരുന്നത്. Then unit 11 global environmental issues, global warming, ozone layer depletion, acid rain ഒക്കെ ഇതിലുണ്ട്, 9 times വന്നിട്ടുണ്ട്, December 2025 ആണ് latest ചോദിച്ചിട്ടുള്ളത്, 3 tier ആണ്. Then block 4 unit 12 environmental legislation, act, conventions, NPA, അത് വരുന്നത് 8 times ചോദിച്ചിട്ടുണ്ട്, December 2025 ആണ് latest വന്നിട്ടുള്ളത്, 2 tier ആണ്. Then unit 13 human communities and environment, disasters, health, അതൊക്കെ 7 times ആണ്, December 2025 ആണ് latest വന്നിട്ടുള്ളത്, 2 ആണ് star വരുന്നത്. Then unit 14 environmental ethics, equity, justice, views, 9 times, December 2025 3 star ആണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു യൂണിറ്റ് ഫ്രീക്വൻസി, നമ്മൾ നേരത്തെ പറഞ്ഞതിന് തന്നെ ഒരു ഓഡിയോ, ഒരു എന്താ തീമാറ്റിക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. റെഡ് സൈൻസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ഹൈ yield ടോപ്പിക്സുകളാണ്, ഓറഞ്ച് അല്ലെങ്കിൽ ആ ഒരു യെല്ലോ ആണെങ്കിൽ മീഡിയം yield ആണ്, ദെൻ ഗ്രീൻ അല്ലെങ്കിൽ ആ ലൈറ്റ് ബ്ലൂ കളർ വിച്ച് ഇൻഡിക്കേറ്റ്സ് വെരി ലോ yield ടോപ്പിക്സ്. ഓക്കെ, നിങ്ങൾക്ക് യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ്ലി റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സുകളാണ്, 9 times ആണ് എല്ലാം വന്നിട്ടുള്ളത്. യൂണിറ്റ് 1 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. Then unit 3 forest, grassland, aquatic ecosystem. Unit 4 soil and hydrological cycle. Unit 7 conventional versus non-conventional energy. Unit 6 biodiversity, hotspots and western ghats. Unit 9 air and water pollution or GHGS. Then unit 10 waste disposal, landfill, incineration. Then unit 11 ozone depletion or global warming. Okay, ഇത്രയുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ്ലി റിപ്പീറ്റഡ് 8 questions. Then coming to golden question bank, here we discuss highly probability question ആണ്, ഹൈ പ്രോബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് യൂണിറ്റ് 1 അവർ എൻവയോൺമെന്റൽ MCQ ചോദിച്ചിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് എന്താ പറയാ, ഇതിനെ നമ്മളൊരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അവർ എൻവയോൺമെന്റൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിപ്പോർട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോർമുല ഡിഫൈൻ ഫോർ ദ ഫസ്റ്റ് ടൈം പഠിക്കുന്ന ഒരു കാര്യമാണ്. ഏത് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഏത് ബുക്കിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തത് ഫസ്റ്റ് ടൈം? ഓക്കെ, സോ ഓപ്ഷൻസ് വരുന്നുണ്ട്: സൈലന്റ് സ്പ്രിംഗ്, ലിമിറ്റ്സ് ടു ഗ്രോത്ത്, അവർ കോമൺ ഫ്യൂച്ചർ, അജണ്ട 21. ഇതിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ഏതാണ് അവർ കോമൺ ഫ്യൂച്ചർ ആണ് അല്ലെ. ലൈവിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഞാൻ ലൈക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്.
സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് അവർ കോമൺ ഫ്യൂച്ചർ ആണ്. 1887 റൂട്ട്ലൻഡ് കമ്മീഷൻ റിപ്പോർട്ടാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ യെസ്, ദെൻ നമുക്ക് നോക്കിയാല് സൈലന്റ് സ്ട്രിങ്സ് ലിമിറ്റ്സ് ടു ഗ്രോത്ത് വച്ചിട്ടോ ഒന്നും ഇതിന്റെ ആൻസറിൽ വരുന്നതല്ല. യെസ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് is not one of the 17 sustainable development goals adopted by UN. UN അഡോപ്റ്റ് ചെയ്തിട്ടുള്ള 17 sustainable development goal ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ? ഓപ്ഷൻ എ നോ പോവർട്ടി, ബി സീറോ ഹങ്കർ, 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, 4 ടൂറിസം ആൻഡ് ട്രാവൽ. ഏതാണ്? ടൂറിസം ആൻഡ് ട്രാവൽ ആണല്ലേ. ബാക്കിയെല്ലാം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ ഉള്ളതാണ്. പക്ഷെ ടൂറിസം ആൻഡ് ട്രാവൽ എന്ന് പറയുന്നത് അതിനകത്ത് ഇല്ലാത്തൊരു ഗോളാണ്. സോ യെസ്, അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു മെമ്മറി വേണം. ഓക്കെ, 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇത്രയുമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് വൺ, ഹു പോയിന്റ് ദ ടേം ഡിറ്റർമിനിസം. ആരാണ് ഡിറ്റർമിനിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഓപ്ഷൻ എ അലക്സാണ്ടർ ബോൺ വിൻഡോൾഡ്, ഓപ്ഷൻ 2 ലൂസിയൻ ഫെബ്രെ, ഓപ്ഷൻ സി എൽസ്വർത്ത് ഹണ്ടിങ്ടൺ, ഓപ്ഷൻ 4 ഫ്രിഡറിക് റേറ്റ്സൽ. ഓക്കെ, സോ ഇത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രിഡറിക് റേറ്റ്സലാണ് എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ക്വസ്റ്റ്യൻ അപ്പിയർഡ് in December 2021, 2022, June 2024 and December 2024 റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതില് നിങ്ങൾക്ക് ഒരു ഇതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പോസിബിളിസം ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കാം. എന്റെ ആൻസർ ലൂസിയൻ ഫെബ്രെ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരല്ലോ. ഓക്കെ, ഇപ്പൊ ഈ ഡിറ്റർമിനിസം കോയിൻ ചെയ്ത് ആരാന്ന് ചോദിക്കുമ്പോൾ 2 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഡിറ്റർമിനിസം കണ്ടുപിടിച്ച ആളുടെ പേരും ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോസിബിളിസം കണ്ടുപിടിച്ച ആളുടെ പേര് ചോദിച്ചു വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 2 പേര് നിങ്ങൾക്ക് ഒരു ഫെമിലിയാരിറ്റി ഉണ്ട്. ഓക്കെ, ലൂസിയൻ ഫെബ്രെയും ഫ്രിഡറിക് റേറ്റ്സലും. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് എന്താ പറയാ choose the correct option. Okay, so next, life does exist beyond like dash meters above sea level or sea level ന്റെ ഇത്ര മീറ്റർ എബവ് ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ആ കറക്റ്റ് മീറ്റേഴ്സ് എത്രയാണെന്നാണ്. 6000 ഉണ്ട്, 7000, 8000, 9000. ഇത് ഫെബ്രുവരി 2021 ജൂൺ 2023 2024 2025 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ 8000 മീറ്റർ ആണ്. അപ്പർ ബയോസ്ഫിയർ ലിമിറ്റ് സൈറ്റഡ് ഇൻ ദ SL. സോ യെസ്, അടുത്തത് MCQ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എക്സാമ്പിൾ ഓഫ് എ ഹ്യൂമൻ മോഡിഫൈഡ് ഓർ മാൻ മെയ്ഡ് എൻവയോൺമെന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാൻ മെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ലേക്സ്, ഓർക്കിഡ്സ്, ക്രോഫീൽസ്, ഡാംസ്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ഏത് ഓപ്ഷൻ എടുത്താലും അത് കറക്റ്റ് ആണ് ഉത്തരം വരുന്നത്. സോ അതാണ് നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ഉത്തരം എടുത്ത് ചെയ്താലും എന്താണ് നമുക്ക് ഇവിടെ ഹ്യൂമൻ മോഡിഫൈഡും മാൻ മെയ്ഡും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് യൂണിറ്റ് 2 എടുത്താല് ഇക്കോസിസ്റ്റംസ് MCQ നമുക്ക് നോക്കാം. കീമോസിന്തറ്റിക് ബാക്ടീരിയാസ് ആർ ഫാഗോട്രോപ്സ്, സാപ്രോട്രോപ്സ്, ഓട്ടോട്രോപ്സ്, ഹെട്രോട്രോപ്സ്. ഇതിൽ ഏതാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? കറക്റ്റ് ഓപ്ഷൻ ഓട്ടോട്രോപ്സ് ആണ്. അവർ ഇനോർഗാനിക് കെമിക്കൽസിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് സ്വയമേ സിന്തസൈസ് ചെയ്യാണ്. സോ യെസ്, കറക്റ്റ് ഓപ്ഷൻ ഓട്ടോട്രോപ്സ് ആണ് വരുന്നത്. ആൻഡ് which we can pair with another question like decomposers ഏതാ നമുക്ക് ചോദിക്കാം. Reducers, organisms that dead matter, എന്താ പറയാ സാപ്രോട്രോപ്സ് ആണ് വരുന്നത്. ഓക്കെ, സോ decomposers in ecosystem നോക്കാം. Reducers ആണ്, then organisms that eat dead matter, saprotrophs. Okay, yeah. Then MCQ in ecological succession, the intermediate community stage is termed as. നമുക്ക് പല പല എക്കോളജിക്കൽ സക്സഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രൈമറി, സെക്കൻഡറി ഒക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പം ഈ ഓരോ സ്റ്റേജിലും എക്കോളജിക്കൽ സക്സഷൻ നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ഇന്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അതിനെ എന്താണ് പറയുന്നതെന്നാണ്. ഗ്രാസ് കമ്മ്യൂണിറ്റി ആണോ, സിറി ആണോ, മോസ് സ്റ്റേജ് ആണോ, ലൈക്കൻ സ്റ്റേജ് ആണോ എന്നാണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സിറി ആണ്. ഓക്കെ, ഈ ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റി ഇൻ സക്സഷൻ ഈസ് സിറി. ഓക്കെ, സോ ലൈക്കൻ, മോസ്, ഗ്രാസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെയറൽ സ്റ്റേജസ് ആണ്. ഓക്കെ, യെസ്.
അടുത്തത് ഇൻ ദ സൾഫർ സൈക്കിൾ ദ മെയിൻ സൾഫർ റിസർവോയർ ഈസ് പ്രസന്റ് ഇൻ നമ്മുടെ സൾഫർ സൈക്കിളിൽ മെയിൻ സൾഫർ റിസർവോയർ എവിടെയാണ് പ്രസന്റ് ആവുന്നത്? ഒന്ന് അറ്റ്മോസ്ഫിയർ, രണ്ട് ഓഷ്യൻ, ദെൻ മൂന്ന് സോയിൽ ആൻഡ് സെഡിമെന്റ്സ്, നാല് ഓർഗാനിസംസ്. എവിടെയാണ് ചോദിച്ചാൽ കറക്റ്റ് ഓപ്ഷൻ സോയിൽ ആൻഡ് സെഡിമെന്റ്സ് ആണ്. സൾഫർ സൈക്കിൾ ഇസ് സെഡിമെന്ററി, നോട്ട് ഗേഷ്യസ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ദ വാട്ടർ സൈക്കിൾ ഈസ് ഡ്രിവൺ ബൈ. വാട്ടർ സൈക്കിൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഗ്ലോബൽ കാർബൺ സൈക്കിൾ, സൺ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രജൻ. എങ്ങനെയാണ്? സണ്ണിൽ നിന്നുമാണ് വാട്ടർ സൈക്കിൾ ഡ്രിവൺ ആയിട്ട് വരുന്നത്. സോളാർ എനർജി ഡ്രൈവ്സ് ഇവാപറേഷൻ, ദി എൻജിൻ ഓഫ് ദ വാട്ടർ സൈക്കിൾ എന്നാണ് നമ്മുടെ ഈ പറയുന്ന സണ്ണിനെ അറിയപ്പെടുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ സൺ ആണ്. അടുത്തത് പ്രൈമറി കൺസ്യൂമേഴ്സിന്റെ ഫുഡ് ചെയിൻ ആർ പ്ലേസ്ഡ് അറ്റ് ട്രോപ്പിക് ലെവൽ, ട്രോപ്പിക് ലെവൽ 2, ട്രോപ്പിക് ലെവൽ 3, ട്രോപ്പിക് ലെവൽ 4. ഓക്കെ, ഫുഡ് ചെയിനിൽ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഏത് ലെവലിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ലെവൽ 2 ആണ്. ഓക്കെ, ദെൻ യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റം MCQ വരുന്നത്. ഫസ്റ്റ് വൺ, മാപ്പിൾ, ബീച്ച് ആൻഡ് ഓക്ക് ഫ്രീസർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. മേപ്പിൾ, ബീച്ച് ആൻഡ് ഓക്ക് ഫ്രീസർ ഏതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണോ, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണോ, ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ആണോ, അല്ലെങ്കിൽ കോണിഫറസ് ഫോറസ്റ്റ് ആണോ എന്നാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഓർഗാനിസംസ് വിച്ച് ആർ അറ്റാച്ച്ഡ് ടു സ്റ്റെംസ് ആൻഡ് ലീവ്സ് ഓഫ് ഫ്രൂട്ടഡ് പ്ലാന്റ്സ് നോൺ ആസ്. നമ്മൾ പല നമ്മുടെ അക്വാട്ടിക് ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഇതില് സ്റ്റെംസും അതുപോലെ തന്നെ റൂട്ടഡ് പ്ലാന്റ്സിന്റെ ലീവ്സിലും അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഗാനിസത്തിന്റെ പേര് എന്തെന്നാണ്? ഓപ്ഷൻ എ ന്യൂസ്റ്റോൺ, ഓപ്ഷൻ ബി പ്ലാങ്ക്ടോൺ, ഓപ്ഷൻ സി പെരിഫൈറ്റൻ, ആൻഡ് ഓപ്ഷൻ ഡി നെക്ടോൺ. ഓക്കെ, അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പെരിഫൈറ്റൻ ആണ്. അറ്റാച്ച്മെന്റ് ടു സ്റ്റെംസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എയർ വാട്ടർ ഇന്റർഫേസിലാണുള്ളത്. പ്ലാങ്ക്ടൺ ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്. നെക്ടോൺ ആക്റ്റീവ്ലി സ്വിമ്മിംഗ് ആണ്. ബെൻഡോസ് എന്ന് പറഞ്ഞാൽ ബോട്ടം ഡ്വെല്ലിംഗ് ആണ്. അപ്പൊ അതുകൂടെ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ആൻഡ് എസ്റ്റുറി ഈസ് എ ട്രാൻസിഷണൽ സോൺ റെപ്രസെന്റിംഗ്. എസ്റ്റുറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രണ്ട് സോണിന്റെ ട്രാൻസിഷൻ സോൺ ആണ് എസ്റ്റുറി എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തത് എ വാസ്റ്റ് ഏരിയ ഓഫ് സലൈൻ വാട്ടർ, രണ്ട് എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ്, തേർഡ് വൺ ഗ്രേറ്റ് പ്രൊഡക്ടിവിറ്റി ബിൽറ്റ് ഓൺ എ ലാർജ് ബേസ്, ഫോർത്ത് വൺ യുണീക് എക്കോളജിക്കൽ ഫീച്ചേഴ്സ് ഇൻ ബയോട്ടിക് കമ്മ്യൂണിറ്റി. അതിൽ ആൻസർ വരുന്നത് എന്താണ്? യുണീക് എക്കോളജിക്കൽ ഫീച്ചേഴ്സ് ഇൻ ബയോട്ടിക് കമ്മ്യൂണിറ്റി നമ്മുടെ എക്സ്പെറിമെന്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്ത MCQ, ക്രൗൺ ഫയർ ഒക്കൂസ് മോസ്റ്റ്ലി ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്? ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസ് 4 ഫോറസ്റ്റ് പേര് പറയുന്നുണ്ട്. അതിൽ എവിടെയാണ് ക്രൗൺ ഫയർ ഒക്കുറ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ? മോസ്റ്റ് ഒക്കുറ ചെയ്യുന്നത് എവിടെയാണ്? ഫസ്റ്റ് വൺ ഡെൻസ് ഫോറസ്റ്റ്, സെക്കൻഡ് വൺ തോൺ ഫോറസ്റ്റ്, തേർഡ് വൺ സാവന്ന ഫോറസ്റ്റ്, ആൻഡ് ഫോർത്ത് വൺ ആൽപൈൻ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസ് ഫോറസ്റ്റ് ആണ്. അടുത്ത MCQ, in an ocean the zone showing maximum variability in temperature, light, salinity and moisture is ഈ നമ്മുടെ ഓഷ്യനിൽ ഏത് സോണിലാണ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സോണിലാണ് ടെമ്പറേച്ചർ, ലൈറ്റ്, സാലിനിറ്റി, മോയ്സ്ചറിന്റെ ഏറ്റവും കൂടുതലും മാക്സിമം വേരിയബിലിറ്റി കാണിക്കുന്നതെന്നാണ്? ഓപ്ഷൻ എ ലിറ്റോറൽ, ബി പെലാജിക്, സി ബെന്തിക്, ഡി നെറിറ്റിക്. അപ്പൊ അതിന് ഉത്തരം വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ലിറ്ററൽ സോൺ ആണ്. ഓക്കെ, then unit 4 land and water resources. നമുക്ക് MCQ നോക്കിയാൽ the process by which solid water changes directly, അതായത് ഐസ് ഡയറക്ട്ലി ചേഞ്ച് ചെയ്തിട്ട് വേപ്പർ ആവുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, അത് ആ പ്രോസസ്സിന്റെ പേര് എന്തെന്നാണ്? ഓപ്ഷൻ എ precipitation, ബി sublimation, ആൻഡ് സി evaporation, ആൻഡ് ഡി transpiration. അപ്പം അതിൽ വരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് സോളിഡ് എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ഫേസ് ആയിട്ട് ചേഞ്ച് ആവുന്നു. അടുത്ത MCQ, how much of the water on earth is readily accessible for human use? നമ്മുടെ എർത്തിലുള്ള വാട്ടറിൽ എത്ര പെർസെന്റേജ് വാട്ടർ ആണ് നമുക്ക് ഹ്യൂമൻ യൂസിന് വേണ്ടിയിട്ട് റെഡിലി accessible ആയിട്ടുള്ളതെന്നാണ്? ഓപ്ഷൻ എ 0.5%, ഓപ്ഷൻ ബി 1%, ഓപ്ഷൻ സി 2%, ആൻഡ് ഓപ്ഷൻ ഡി 3%. ആൻസർ എന്ന് പറഞ്ഞാൽ 2% ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത MCQ, which one of the following is not a traditional water management system in India? One Johar, second option bamboo drip irrigation, third one sprinkler irrigation, fourth one pools. Okay, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിലുള്ള ട്രഡീഷണൽ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പെടാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണ്. മോഡേൺ എഞ്ചിനീയർഡ് ആയിട്ട് സിസ്റ്റം ആണ്. സോ അതൊരു ട്രഡീഷണൽ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ അല്ല. അടുത്തത് MCQ,
Which of the following is not a practice used to prevent soil erosion? Soil erosion prevent ചെയ്യാൻ വേണ്ടി പല പല പ്രാക്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരെണ്ണം എന്ത് ചെയ്യുന്നില്ല? സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല. സോ ഓപ്ഷൻസ് ഉണ്ട്: ബണ്ടിങ്, പുൽ, മൾച്ചിങ്, സോയിൽ മോയിസ്ചർ കൺസർവേഷൻ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുല്ലാണ്. പുല്ലെന്ന് പറഞ്ഞാൽ സോയിൽ ഇറോഷൻ കൺട്രോൾ പ്രാക്ടീസ് അല്ല, മറിച്ചൊരു വാട്ടർ ക്യാരിങ് ആയിട്ടുള്ള ഒരു ചാനൽ സിസ്റ്റം ആണ് പുൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത MCQ: the soil which is low in organic matter and has low fertility in India. അതായത് നമുക്ക് ഓർഗാനിക് മാറ്റർ വളരെ കുറവുള്ളതും അതേപോലെ തന്നെ ഫെർട്ടിലിറ്റി കുറവുള്ള ഒരു തരം മണ്ണ് ഏതാണ്? റെഡ് സോയിൽ, ലോമി സോയിൽ, ഡെസേർട്ട് സോയിൽ, സോയിൽ ഓഫ് ഹിമാലയൻ റീജിയൻ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് സോയിൽ ആണ് വരുന്നത്. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ട് വേറെ MCQ ചോദിക്കാൻ ചാൻസ് ഉള്ളത് സോയിൽ സപ്പോർട്ടിംഗ് റബ്ബർ കൾട്ടിവേഷൻ ഏതെന്നാണ്. റബ്ബർ കൾട്ടിവേഷൻ സപ്പോർട്ട് ചെയ്യുന്ന സോയിൽ ഏതാണ്? ടൈപ്പ്. ആൻസർ ഇസ് ലാറ്ററേറ്റ് സോയിൽ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. Then unit 5 forest resources MCQ: which one of the following is a major cause of deforestation? നമ്മളുടെ യൂണിറ്റ് 5 അനുസരിച്ചിട്ട് അവിടെ പറയുന്നതിൽ ഡിഫോറസ്റ്റേഷൻ ഒരു മേജർ കോസ് വരുന്നുണ്ട്. അത് ഏതെന്നാണ്? ഫോറസ്റ്റ് ഫയർ ആണോ, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ഷിഫ്റ്റിംഗ്, കൾട്ടിവേഷൻ, മൈനിങ്? ഇതിൽ ഏതാണോ നമ്മുടെ ഓപ്ഷൻ വരുന്നത്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്. SLM പ്രൈമറി ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള റീസൺസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്തത്: ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡു ഫോറസ്റ്റ് നോട്ട് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഇതിലാണ് ഒരു കാര്യത്തിലാണ് ഫോറസ്റ്റ് അത്ര വലിയ റോൾ പ്ലേ ചെയ്യാത്തത്? ഓപ്ഷൻ എ സോയിൽ ഫോർമേഷൻ, ബി വാട്ടർ കൺസർവേഷൻ, സി റീജനറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഡി മോഡറേഷൻ ഓഫ് ക്ലൈമറ്റ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ തേർഡ് ആണ്, റീജനറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഫോറസ്റ്റ് കൺസ്റ്റിറ്റ്യൂട്ട് CO2 via photosynthesis. They regenerate oxygen or CO2. Then unit 6 biodiversity values and services. MCQ: which one of the following areas in India is a hotspot of biodiversity? താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതാണ് ഇന്ത്യയിൽ ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നതാണ്? സുന്ദർബൻസ്, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഗംഗടിക് പ്ലെയിൻ. കറക്റ്റ് ആയിട്ട് SLL കൊടുപ്പിച്ചിട്ട് ഉത്തരം ഏതാണ്? വെസ്റ്റേൺ ഗട്ടാണ് ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യസ് 4 ഹോട്ട്സ്പോട്ട്സ് ആണ് ഈ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഹിമാലയയും വിൻഡോ ബർമയും സിന്ത ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്? ലാർജ് നമ്പർ ഓഫ് സ്പീഷീസ്, അബണ്ടൻസ് ഓഫ് എൻഡമിക് സ്പീഷീസ്, സ്പീഷീസ് അണ്ടർ കോൺസ്റ്റന്റ് ത്രെറ്റ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് എക്സോട്ടിക് സ്പീഷീസ്. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് 4th one ആണ്. ഓക്കെ, ഇത് വെക്കാം. അതായത് ലാർജ് നമ്പർ ഓഫ് എക്സോട്ടിക് സ്പീഷീസ് ആണ്. ഓക്കെ, then അടുത്ത MCQ: which one of the following has a maximum genetic diversity in India? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതലും ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി കാണാൻ പറ്റുന്നത് എന്തിലാണ്? ഓക്കെ, ടീ, ടേർക്ക്, മാംഗോ, വീറ്റ്. കറക്റ്റ് ഓപ്ഷൻ മാംഗോ ആണ്. ഹൺഡ്രഡ്സ് ഓഫ് ഇൻഡിജിനിയസ് ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സ് ഇന്ത്യയിൽ തന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് മാക്സിമം ജനറ്റിക് ഡൈവേഴ്സിറ്റി നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. Unit 7 energy resources MCQ: identify the conventional source of energy, biomass, geothermal, wind, atomic energy. അതിൽ ആൻസർ ചെയ്യാൻ ഓപ്ഷൻ എലിമിനേഷൻ. കറക്റ്റ് ഓപ്ഷൻ അറ്റോമിക് എനർജി ആണ്. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ അറ്റോമിക് എനർജി ആണ് വരുന്നത്. ഓക്കെ, ബയോമാസ് അപ്പിയേഴ്സസ് കൺവെൻഷനിലാണ് ഇൻ സം ഇന്റർപ്രിട്ടേഷൻസ്, ബട്ട് ഇൻ SLM ദാറ്റ് വി ക്യാൻ സീ ദാറ്റ് ഈ പറയുന്നത് ലിസ്റ്റഡ് ആണ് നോൺ കൺവെൻഷണൽ ആണ്. അപ്പൊ നമുക്ക് SLM സ്റ്റിക്ക് ഓൺ ചെയ്താൽ ദ ആൻസർ ഈസ് അറ്റോമിക് എനർജി ആണ്. അടുത്തത്: എ ബയോമാസ് ഗ്യാസിഫയർ കൺവേഴ്സ്. ബയോമാസ് ഗ്യാസിഫയർ എന്താണ് ചെയ്യുന്നത്? അതിന്റെ ഡ്യൂട്ടി എന്താണ്? സോളിഡ് ഫ്യൂവൽ ടു ഗേഷ്യസ് ഫ്യൂവൽ ആക്കുന്നു, ഗേഷ്യസ് ഫ്യൂവലിനെ സോളിഡ് ഫ്യൂവൽ ആക്കുന്നു, ലിക്വിഡ് ഫ്യൂവലിനെ ഗാഷ്യസ് ഫ്യൂവൽ ആക്കുന്നു, ഗേഷ്യസ് ഫ്യൂവലിനെ ലിക്വിഡ് ഫ്യൂവൽ ആക്കുന്നു. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സോളിഡ് ഫ്യൂവൽ ടു ഗേഷ്യസ് ഫ്യൂവൽ ആണ് ബയോമാസ് ഗ്യാസിഫയറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അടുത്തത്: മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്യൂവൽ ഫോർ എ ഫ്യൂവൽ സെൽ. നമ്മളൊരു ഫ്യൂവൽ സെല്ലിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതെന്നാണ്? ഉത്തരം ഏതാണ്? ഹൈഡ്രജൻ അല്ലെ. വാട്ടറും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒന്നും അല്ല. ഇത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ്, ഹൈഡ്രജൻ ആണ്. H2O2 ഫ്യൂവൽ സെല്ലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത: ബയോഫിസിക്കൽ ക്യാരിങ് കപ്പാസിറ്റി ഇസ് ഡാഷ് പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ് ബൈ ദ പ്ലാനറ്റ് റിസോഴ്സസ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. ബയോഫിസിക്കൽ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മിനിമം പോപ്പുലേഷൻ ആണോ, മാക്സിമം പോപ്പുലേഷൻ ആണോ, ഓൾ ഓഫ് ദ പോപ്പുലേഷൻ ആണോ, ഹാഫ് ദ പോപ്പുലേഷൻ ആണോ? ഓക്കെ, അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ മാക്സിമം ക്യാരിങ് കപ്പാസിറ്റി ആണ് ബയോഫിസിക്കൽ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്ത യൂണിറ്റ് 8 ബയോഡൈവേഴ്സിറ്റി ത്രെറ്റ്സ് ആൻഡ് കൺസർവേഷൻ എടുത്താൽ
പാസഞ്ചർ പീജിയൻ ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് സ്പീഷീസ് ലോസ് ഡ്യൂ ടു, നമുക്കറിയാം പാസഞ്ചർ പീജിയൻ എന്തുകൊണ്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന്റെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചത് നമ്മൾ സ്ഥലങ്ങളിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് 4 ആണ്. ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ കൊണ്ടാണോ, പെസ്റ്റിസൈഡ്സ് കൊണ്ട് പോയിസണിങ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണോ. ഫോർത്ത് ഓപ്ഷൻ സെലക്ടീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫുഡിന് വേണ്ടിയിട്ട് സെലക്ടീവ് ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ടാണോ. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സെലക്ടീവ് ഡിസ്ട്രക്ഷൻ ഫോർ ഫുഡ് ആണ്. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ MCQ ഉത്തരം എന്ന് പറഞ്ഞാല്. അടുത്തത് ദ വീഡ് ദാറ്റ് കോസസ് ഇനോമസ് ഡാമേജ് ടു ഫിഷ് ആൻഡ് റൈസ് ക്രോപ്പീസ്. നമുക്ക് ഫിഷിനും റൈസിനും ക്രോപ്പൊക്കെ എടുക്കുമ്പോൾ ഒരു വീട് ഭയങ്കര ഡാമേജ് അതിന് കോസ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതെന്നാണ്. ഫസ്റ്റ് വൺ വാട്ടർ ഹയാസിൻ, സെക്കൻഡ് വൺ കോൺഗ്രസ് വീറ്റ്, തേർഡ് വൺ ഗോൾഡൻ ആപ്പിൾ സ്നെയിൽ, ഫോർത്ത് വൺ മെസ്ക്വീറ്റ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഹയാസിൻഡ് ആണ്. വാട്ടർ ഹയാസിൻഡ് ആണ് ഏറ്റവും കൂടുതൽ ഫിഷ് ആയിക്കോട്ടെ റൈസ് ആയിക്കോട്ടെ ഇനോമസ് ആയിട്ട് ഡാമേജ് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഹാസ് ബീൻ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ദ കോൺസർവേഷൻ ഓഫ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ, ഇപ്പം സ്നേക്സ് ആണോ, ലിസാർഡ്സ് ആണോ, എലിഫന്റ്സ്, ഡക്സ്, അപ്പൊ ഈ 4 കാറ്റഗറിയിലും ഏത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ യൂസ് ചെയ്യുന്നതാണ്. സോ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, എലിഫന്റ്സ് ആണ്. എലിഫന്റ്സിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നമ്മൾ യൂസ് ചെയ്യാറ്. യൂണിറ്റ് 9 എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഹാസ് ആർട്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസിൽ പെടാത്തത്. എ കാർബൺ ഡൈ ഓക്സൈഡ്, ബി മീഥെയിൻ, സി ഓസോൺ ആൻഡ് 4 ക്ലോറിൻ. കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞാൽ ക്ലോറിൻ ആണ്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസിൽ പെടുന്ന ഒരു ഇതല്ല. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുമ്പോൾ CO2, CH4, N2, വാട്ടർ വേപ്പർ, O3, CFCs അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതെന്നാണ്. റൺ ഓഫ് ഫ്രം അഗ്രികൾച്ചറൽ ഫീൽഡ്, എമിഷൻസ് ഫ്രം എ പവർ പ്ലാന്റ്, എഫ്ലുവന്റ് ഫ്രം എ ഫാക്ടറി, മുനിസിപ്പൽ സ്വേജ് ഡിസ്ചാർജ്. ഇതിൽ ഏതാണ് ഉത്തരം. കറക്റ്റ് ഓപ്ഷൻ റൺ ഓഫ് ഫ്രം അഗ്രികൾച്ചറൽ ഫീൽഡ് ആണ്, വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. സീ ദറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പോയിന്റ് സോഴ്സ് സൊല്യൂഷനും നോൺ പോയിന്റ് സോഴ്സ് ഓഫ് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് MCQ, വിച്ച് മെത്തേഡ് ഈസ് കോമൺലി യൂസ് ടു അസസ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിസംസ് ഇൻ എ വാട്ടർ ബോഡി. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു വാട്ടർ ബോഡിയിൽ ഈ ഒരു ഓർഗാനിസം പ്രസന്റ് ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഏത് മെത്തേഡ് ആണെന്നാണ്. MPN ഉണ്ട്, DO ഉണ്ട്, TDS ഉണ്ട്, COD ഉണ്ട്. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ MPN അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ നമ്പർ ആണ്, which we can use to assess the presence of organisms in a water body. For DO, TDS, COD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ which measures chemical quality and which is very well defined in your SLM. Okay, you can read it, you can find out very clear ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. Unit 10 waste management, which is not a waste minimization method. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വേസ്റ്റ് മിനിമൈസേഷൻ മെത്തേഡ് വരാത്തതെന്നാണ്. പ്രോസസ് മോഡിഫിക്കേഷൻ, വേസ്റ്റ് കോൺസെൻട്രേഷൻ, വേസ്റ്റ് സെഗ്രിഗേഷൻ ആൻഡ് ലാൻഡ് ഫിൽ. സോ ദ കറക്റ്റ് ഓപ്ഷൻ വേസ്റ്റ് മിനിമൈസേഷൻ മെത്തേഡ് വരാത്തതെന്ന് പറഞ്ഞാൽ ലാൻഡ് ഫിൽ ആണ്. ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പോസൽ ആണ്, അല്ലാതെ ഒരു മിനിമൈസേഷൻ അല്ല. ഓക്കെ, സോ അടുത്തത് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ഡിസ്പോസൽ ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ടോക്സിക് വേസ്റ്റ്. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ വേസ്റ്റിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ എങ്ങനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. ഓപ്ഷൻ 1 ഇൻസിനറേഷൻ, സെക്കൻഡ് 1 ഡംപിംഗ് അറ്റ് സീ, തേർഡ് ലാൻഡ് ഫിൽ ആൻഡ് ഫോർത്ത് റീസൈക്ലിംഗ്. ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഇൻസിനറേഷൻ. ഹൈ ടെമ്പറേച്ചർ ഡിസ്ട്രക്ഷൻ ഓഫ് പാതജൻസ് ആൻഡ് ടോക്സിൻസ് ആണ് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ 11 ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഓസോൺ ലെയർ ഈസ് പ്രസന്റ് ഇൻ വിച്ച് റേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഏത് റേഞ്ചിലാണ് ഓസോൺ ലെയർ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, 0 to 10 kilometer, 15 to 50 kilometer, 60 to 70 kilometer and 65 to 90 kilometer. അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ ഏത് ലെയറിലാണ് അറ്റ്മോസ്ഫിയറിന്റെ ഏത് റേഞ്ചിലാണ് ഓസോൺ ലെയർ പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് 1 15 to 50 kilometer സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ ലെയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ഡിപ്ലീഷൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏത് കെമിക്കൽ ആണ് ഓസോൺ ഡിപ്ലീഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് 1 സൾഫർ ഡയോക്സൈഡ്, സെക്കൻഡ് 1 കാർബൺ മോണോക്സൈഡ്, തേർഡ് 1 ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഫോർത്ത് 1 നൈട്രജൻ ഓക്സൈഡ്. അപ്പം ഈ 4 ഓപ്ഷനിൽ ഏതാണ് റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ഡിപ്ലീഷൻ? ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFCs ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത MCQ,
The pH of rainfall was measured at 4 places A, B, C, D, which place had acid deposition. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു റെയിൻഫോളിന്റെ pH നമ്മൾ 4 രീതിയിൽ മെഷർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഏത് പോയിന്റിലാണ് ഒരു ആസിഡ് എന്താ പറയാ ഡിപ്പോസിഷൻ വരുന്നത്? ഓപ്ഷൻ എ 5.5, ബി 6.2, സി 6.5 ആൻഡ് ഡി 6.9. ഉത്തരം എന്ന് പറഞ്ഞാൽ 5.5 ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. 12 Environmental legislation. When was the Air Prevention and Control of Pollution Act enacted? ഏത് ഇയറിലാണ് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഇനാക്ട് ചെയ്തിട്ടുള്ളതാണ്? 4 ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ 1974, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 1981 ആൻഡ് ഓപ്ഷൻ ഡി 1987. ഓക്കെ, ആൻസർ ഇൻ ഓപ്ഷൻ എലിമിനേഷൻ കറക്റ്റ് ഓപ്ഷൻ 1981 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് NBA നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഏതിന്റെ അണ്ടറിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, തേർഡ് വൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്, ഫോർത്ത് വൺ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിന്റെ അണ്ടറിലാണ് NBA സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് UNFCCC is related to ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണോ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണോ, കെമിക്കൽ ആൻഡ് ഹസാർഡസ് വേസ്റ്റ് ആണോ? UNFCCCയുടെ ഏറ്റവും മെയിൻ ഒബ്ജക്റ്റീവ് ഏതാണ്? 4 ഓപ്ഷൻസ് ആണ് ഇപ്പൊ വായിച്ചത്. അതിൽ ഉത്തരം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, 13 human communities and environment MCQ. During the 14th century, more than half the population of Europe and Asia was introduced to. അതായത് ഇപ്പൊ നമ്മൾ ഒരു 14th സെഞ്ചുറിയുടെ ആ ഒരു കാലഘട്ടം എടുത്താല് നമ്മുടെ യൂറോപ്പിന്റെയും ഏഷ്യയുടെയൊക്കെ മോർ ദാൻ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ മരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് കാരണം? ഓപ്ഷൻ എ ബബോണിക് പ്ലേഗ്, ഓപ്ഷൻ ബി മലേറിയ, ഓപ്ഷൻ സി ഗ്രേറ്റ് ഫയർ, ഓപ്ഷൻ ഡി ഗ്രേറ്റ് എർത്ത് ക്വേക്ക്. സോ ഇതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ബബോണിക് പ്ലേഗ് ആണ്. ബബോണിക് പ്ലേഗ് കാരണം ആ ഒരു സമയത്ത് ഒത്തിരി ആൾക്കാർ മരിക്കുന്നുണ്ടായിരുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറ്റിക് ഡിസീസ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജനറ്റിക് ഡിസീസിൽ പെടാത്തത് ഏതെന്നാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, മലേറിയ, തലൈസീമിയ. നമുക്കറിയാം ജനറ്റിക് ഡിസീസ് അല്ലാത്തത് ഏതായിരിക്കും? ഓഫ് കോഴ്സ് മലേറിയ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പാരസൈറ്റ്. ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു അസുഖമല്ല മലേറിയ എന്ന് പറയുന്നത്. ഇപ്പൊ ചില ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ പഠിക്കാത്തതാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും. ജസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു ബ്രെയിൻ കോമൺ സെൻസ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത യൂണിറ്റ് 14 എൻവയോൺമെന്റൽ എത്തിക്സ് എടുത്താല് ഫസ്റ്റ് വൺ, കമ്മ്യൂണിറ്റീസ് നിയർ വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ്സ് റിസീവ്സ് ലെസ് എക്കണോമിക് ബെനിഫിറ്റ് ദാൻ കമ്മ്യൂണിറ്റീസ് ജനറേറ്റിംഗ് ദ വേസ്റ്റ്. അതായത് എവിടെ നിന്നാണോ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അവിടുത്തെ കമ്മ്യൂണിറ്റിനെക്കാട്ടിലും എന്താ പറയാ ബെനിഫിറ്റ് കുറവ് കിട്ടുന്നത് ഈ പറയുന്ന വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന എവിടെയാണോ ആ കമ്മ്യൂണിറ്റിക്കാർക്കായിരിക്കും അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇത് കുറയുന്നത് അല്ലെ. ബെനിഫിറ്റ്സ് എപ്പോഴും കിട്ടുന്നത് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ്സ് എന്താ? ഓഫ്കോഴ്സ് അവർക്ക് അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. പക്ഷെ ദോഷം വരുന്നത് ഈ പറയുന്ന ഡിസ്പോസ് ചെയ്യുന്ന എവിടെയാണ് അതായിരിക്കും. ഈ ഒരു തീം റെപ്രസെന്റ്സ് വാട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എക്കണോമിക് ഇനിക്വിറ്റി, ഓപ്ഷൻ ബി സോഷ്യൽ ഇനിക്വിറ്റി, ഓപ്ഷൻ സി പ്രൊസീജിയർ ഇനിക്വിറ്റി ആൻഡ് ഓപ്ഷൻ 4 ജോഗ്രഫിക്കൽ ഇനിക്വിറ്റി. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ഇനിക്വിറ്റി ആണ്. ഓക്കെ, because in this case the whole burden because of this എന്താ പറയാ waste disposal which falls on people of a different location. അടുത്തത്, which one of the following communities doesn't have a strong sense of stewardship? സോ താഴെ പറയുന്നവയിൽ ഏത് കമ്മ്യൂണിറ്റിക്കാണ് ഒരു സ്ട്രോങ് സെൻസ് ഓഫ് സ്റ്റുവർഷിപ്പ് ഇല്ലാത്തതെന്നാണ്? ഫസ്റ്റ് ഓപ്ഷൻ urban communities, the second one tribal community, third one traditional agricultural societies, and fourth one pastoral community. The correct option എന്ന് പറഞ്ഞാൽ urban community ആണ്, because they are disconnected from direct resource dependence. Okay, so here we have answer writing toolkits. The Inzo Body Control Framework ആണ്. ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, because you are not going to write any descriptive options അല്ലേ. So just skip that part. Yeah. സോ നിങ്ങൾക്ക് ഇപ്പൊ ഫുൾ വർക്ക് ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് പ്രാക്ടീസ് ചെയ്യാനെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് നിങ്ങളുടെ ഓൾ ആൻസർ വിച്ച് ഈസ് അവൈലബിൾ ഓൺ നമ്മുടെ ലേൺവൈസ് ആപ്പിലായിരിക്കും. സോ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഓൺ ഹൗ ടു present an answer exam strategy ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ you can now enroll at LearnWise. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. 7592939616 നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടും.
സോ യെസ്, നിങ്ങൾ ഈ പറയുന്ന ഇൻസൈഡ് ലേൺ വൈസ് എന്താണ് അൺലോക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ പ്രാക്ടീസ് സെറ്റ് ചെയ്യാൻ ഫുൾ വർക്ക് ആൻസേഴ്സ് കാണും. അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് കാണും ആൻസറിന്റെ. എക്സ്ട്രാ ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസും കാണും. സ്ട്രക്ചേർഡ് ഗൈഡൻസ് ആൻഡ് ആൻസർ പ്രസന്റേഷൻ സ്കോറിംഗ്. ദെൻ മെന്റർ സപ്പോർട്ട് കാണും നിങ്ങൾക്ക് ടു ക്ലാരിഫൈ തിങ്സ് ബിഫോർ ദ എക്സാം. ആൻഡ് ഓൾസോ you will get access to the LearnWise advanced learning ecosystem. Okay. അപ്പൊ ഇതെല്ലാം അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ നൗ എൻറോൾ അറ്റ് LearnWise. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് നമുക്ക് പ്രാക്ടീസ് അറ്റ് A and B ഡിസ്കസ് ചെയ്യുന്നത് സീരീസ് ആയിരിക്കും. ബൈ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എക്സാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.